ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ഇഷ്ട സീരിയലായ നമ്മുടെ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലേക്ക് കാണിക്കുന്നത് കല്യാണിയും കിരണും കൂടി നേരെ അവിടെ താരയുടെ വീട്ടിലേക്ക് വരികയാണ്. അവർ താരയുടെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും താരയാണെങ്കിൽ അവിടെ തൻ്റെ മകളോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ആരെ ഹോണിംഗ് ബെല്ലടിക്കുന്ന കേട്ട് താര പയ്യെ അങ്ങോട്ട് വരികയാണ്. ആരാ വന്നിരിക്കുന്നത് എന്ന് അറിയത്തില്ലാതെ ഒരു പേടിയോടുകൂടി തന്നെയാണ് അങ്ങോട്ട് വരുന്നത്. വന്ന് വാതിൽ തുറക്കുമ്പോൾ കല്യാണിയും കിരണിനെ കണ്ട് രണ്ടുപേരെയും കണ്ടിട്ട് ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി രണ്ടുപേരുടെയും മുന്നിൽ ചിരിച്ച മുഖത്തോടുകൂടി നിൽക്കുന്നു. പക്ഷെ കിരണും കല്യാണിക്കും എന്തൊക്കെയോ ഒരു സംശയം തോന്നുകയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുന്നു, ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ആൻറ്റി എന്താ ഇങ്ങോട്ട് പോകുന്നത്? അത് വേറൊന്നുമല്ല, അവളെ കാണാനില്ല എന്നിറങ്ങി കഴിഞ്ഞപ്പം ഞാൻ അന്വേഷിച്ചിറങ്ങിയതാണ്. ഓഹോ, അവളെ കാണാനില്ല എന്നറിഞ്ഞപ്പം ആൻറ്റി അന്വേഷിച്ചിറങ്ങിയതല്ലേ, കുഴപ്പമില്ല. എന്തായാലും ആൻറ്റി ഇവിടെ വന്ന് എന്തായാലും ഒറ്റയ്ക്ക് നിൽക്കണ്ട. അവളാണെങ്കിൽ അവിടെ നിന്നും എങ്ങോട്ടോ പോയി, അതുകൊണ്ട് അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആൻറ്റി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറയണം. അത് കുഴപ്പമില്ല, ഞാനിവിടെ നിന്നോളാം. അതെന്താ ആൻറ്റി അങ്ങനെ? ആദ്യം കാർത്തികേശിൻ്റെ വീട്ടിലായിരുന്നു, അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പതേ അച്ഛൻ്റെ അമ്മേനും കൂടെ അവിടെ പോയി നിന്നതാ. അവിടുന്ന് പെട്ടെന്ന് ആൻറ്റി ഇങ്ങനെ വരേണ്ട ഒരു കാര്യമുണ്ടോ? അങ്ങനെ ഒരു വരേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പോൾ കിരൺ പറയുന്നു, ആൻറ്റി ഇപ്പം ഏതായാലും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, എന്നാൽ പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കാം. അപ്പം പറയുന്നു, വേണ്ട എന്ന് പറയും, ഞാൻ ഒന്ന് നോക്കിക്കൊള്ളാമെന്ന്. അപ്പം കല്യാണം പറയും, അതെന്താ ആൻറ്റി അങ്ങനെ പറയുന്നത്? ആൻറ്റി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമോ? അപ്പം ഞാൻ പോലും വന്ന് നിൽക്കാമെന്ന് പറഞ്ഞാൽ ആൻറ്റി ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുന്നത് എന്തിനാണ്? അത് കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പം കല്യാണി പറയുകയാണ്, അല്ല ആൻറ്റിക്ക് എന്തെങ്കിലും സംഭവിക്കാതിരിക്കാനും ആൻറ്റി ഭക്ഷണമൊക്കെ കഴിക്കുമോ? ആൻറ്റി എന്താ ചെയ്യുമോ? എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി വെച്ചോ? സീരിയസ് ആയിട്ട് തന്നെ ആൻറ്റി പറഞ്ഞതാണോ? അതെ, എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചു, ഒരു കുഴപ്പമില്ല, എനിക്കിവിടെ ഞാൻ ഹാപ്പിയാണ് എന്ന് പറയണം. ശരി, ആൻറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് പറയണം എന്ന് പറയുന്നു. കിരൺ അവിടുന്ന് ചുറ്റുമൊന്നും നോക്കിയാണ്. അവിടെ നോക്കുമ്പോൾ താരയുടെ ചെരുപ്പ് മാത്രമൊക്കെ കിടക്കണം കണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കിരണിന് വലിയ സംശയങ്ങളും കാര്യങ്ങളൊന്നും തോന്നിയില്ല. അപ്പം കല്യാണി പറയുന്നു, ആൻറ്റി എന്തുണ്ടേലും ഞങ്ങളെ വിളിക്കണം കേട്ടോ. അത് ആൻറ്റിക്ക് ഇവിടെ എന്ത് സഹായം വേണേലും ഞങ്ങൾ ആ സമയം തന്നെ ഓടിയെത്തും. അല്ലാതെ വേറെ ഇവിടെ വെറുതെ ആലോചിച്ച് മണ്ടത്തരങ്ങളൊന്നും ചെയ്ത് കൂട്ടരുത് എന്ന് പറയുന്നു. ഇല്ല, ഒരിക്കലുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് തന്നെ പറയണം. കിരണും കല്യാണിയും പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയം കിരൺ പറയണം, ആൻറ്റിയിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അങ്ങനെ സംശയം തോന്നിയ കാരണമാണ് ഞാൻ ചെരുപ്പുകൾ ഒന്ന് ശ്രദ്ധിച്ചത്. പക്ഷേ ചെരുപ്പുകളും ഇവിടെ കാണാനില്ല. പക്ഷെ നമ്മൾ ഇറങ്ങി വെടി തന്നെ ആൻറ്റി വാതിൽ വളച്ചല്ലോ എന്ന് കിരണിനോട് പറയുന്നു. ആ പറഞ്ഞു, എല്ലാം കൊണ്ടും ചില കാര്യങ്ങൾ സംശയം തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് പോകാം. ഇനിയിപ്പം ആൻറ്റിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ലോ എന്ന് തന്നെ പറഞ്ഞ് കിരൺ അവിടെ കല്യാണിയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുക തന്നെ ചെയ്യാണ്. എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നേരം പിടുത്തു. രാവിലെ തന്നെ രാഹുലാണെങ്കിൽ ഓരോന്ന് ആലോചിച്ച് അവിടെ ജയിലിൻ്റെ അവിടെ എടുത്ത് പറമ്പിലിങ്ങനെ ഇരിക്കുക. അപ്പം നമ്മുടെ ഗംഗാപ്രസാദും വിക്രം കൂടി അങ്ങോട്ട് വരുന്നു. അപ്പം ഗംഗാപ്രസാദ് പറയുക, എടാ കണ്ടില്ലേ ഇരിപ്പ്, ഇന്നിപ്പം നമുക്ക് അടുത്തേക്കൊന്ന് ചെല്ലാം പാ. അതെ അങ്ങനെ രാവിലെ പത്രം നോക്കിയായിരുന്നോ? പത്രം നോക്കിയതാ. പത്രം നോക്കിയത് തൊട്ടവാ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. ആ വൃത്തികെട്ടവൻ്റെ മുഖമാണ് കാണുന്നത്. അതെ, ഞാനും കണ്ടായിരുന്നു സാറേ. അവനെ ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാം പറ്റിച്ച് കല്യാണ വീരൻ പിടിയിലായി എന്നുള്ള വാർത്ത ഞാനും കേട്ടായിരുന്നു. അതെ, അവൻ പിടിയിലായി. ഇനി അവനെ എന്തായാലും കോടതിയിലേക്ക് കൊണ്ടുപോകും. കോടതിയെ അവൻ ഇവിടെ വരും. ഇവിടെ വന്നവനെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്കവനെ കിട്ടണം. അവനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ പിടിവിട്ട് പോകും. അതിനു മുമ്പ് എനിക്ക് അവനെ തീർക്കണം. എടാ ഗംഗെ, ഞാൻ നിനക്ക് അവൻ്റെ കൊട്ടേഷൻ തന്നതല്ല, നീ അത് ചെയ്യുന്നില്ലേ? ഞാനത് ചെയ്യാലോ. അവൻ അത് ഇങ്ങോട്ടൊന്ന് വന്നോട്ടെങ്കിലേ. വേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനേ. വെറുതെ ടെൻഷൻ അടിക്കില്ലേ എന്ന് പറയുന്നു. ശരി, എന്തായാലും അവനെപ്പോലൊരുത്തൻ അവൻ എൻ്റെ കൈകൊണ്ട് തന്നെ തീരണം. കോടതി എന്തായാലും അവൻ തൂക്കാൻ വിധിക്കില്ല. പക്ഷെ ഞാനത് നടപ്പിലാക്കും എന്ന് പറയണം. എന്തിനാ വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നേ? അവൻ മിടുക്കനല്ലേ, അവനല്ലേ, ഇതന്നെ അവൻ്റെ പണി. ഇത് പണിയാണോ? അപ്പം നിനക്കവനെ അറിയാവോ? അല്ല, എനിക്ക് അറിയാമെന്നല്ല, അവനിപ്പോൾ 40 വയസ്സില്ലേ. അപ്പം അവന് ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാണ് പരിപാടിയെങ്കിൽ 10-20 വർഷമായിട്ട് ഇത് തന്നെയല്ലേ അവൻ്റെ പരിപാടി. അപ്പം അതവൻ്റെ ഒരു ജോലിയായിട്ട് അവൻ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ഇത് തന്നെയായിരിക്കുമല്ലോ അവൻ്റെ ഒരു പണി എന്നുള്ള കാര്യങ്ങൾ. നീ വെറുതെ അവനെ വെറുതെ പൊക്കി പറയാനും കാര്യമായിട്ട് നിൽക്കണ്ട. എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ച് അവനാണ് എന്ന് പറയുന്നു. അപ്പം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരൻ തന്നെയാണ്. മനോഹർ ജയിലിൽ കിടക്കുകയാണ്. മനോഹറിൻ്റെ അടുത്തേക്ക് SI വരുന്നു. ഡാ, നീ സുവിച്ചിങ്ങനെ കിടക്കുവല്ലേ, നിൻ്റെ ഇന്നലത്തെ ഉറക്കമൊക്കെ എങ്ങനെയുണ്ടാ? അത് ഇന്നലെ കൊതുകൊക്കെ ഉള്ള കാരണം എനിക്ക് അങ്ങോട്ട് ഉറങ്ങാനായിട്ട് പറ്റിയില്ല സാറേ. ഉറങ്ങാൻ പറ്റിയില്ല അല്ലേ? നീ ഉറങ്ങരുത്, നീ ഇന്ന് ഉറങ്ങാനേ പാടില്ല. എടോ ഇവിടെ നോക്ക്, എന്തോരം കൊതുകുകളൊക്കെ ഇവിടെ ചെത്ത കിഴപ്പന്താ എന്ന് നോക്കിയതേ. കാരണം ഇവനെ കടിക്കുന്ന കൊതുകുകളായിരിക്കും. ഇവൻ്റെ ചോര മൊത്തവും വിഷമല്ലേ, വിഷവിത്തല്ലേവൻ.
ഇവനെ കടിക്കുന്ന കൊതുകുകളെല്ലാം ചത്തുമണ്ണടിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാത്തിനും ഒന്ന് എണ്ണി നോക്കിയരേ അപ്പം തന്നെ അറിയാം എത്ര ഇവനെ കടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. എടാ ഇന്ന് പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് മെനയാകാൻ നോക്ക്. സാറേ എനിക്ക് തല നനയ്ക്കത്തില്ല, അതുകൊണ്ട് കുളിക്കാൻ പറ്റില്ല. നിന്റെ തല നനഞ്ഞാലും ഇനിയിപ്പോൾ എന്നാടാ പ്രശ്നം? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്നെ മൊത്തത്തോടെ കുളിപ്പിച്ച് കിടത്താനുള്ള ഇവനെ കുളിപ്പിക്കണം. ഇവനെ വലിയ ചകിരി ഉപയോഗിച്ച് തേച്ച് കുളിപ്പിക്കണം. ആനയെ കുളിപ്പിക്കുന്നതെ തൊണ്ടുപയോഗിച്ച് തേക്കുമ്പം ഇവൻ്റെ മേലെ കീറണം. അങ്ങനെ വേണം ഇവരെ കുളിപ്പിക്കാനായിട്ട് എന്ന് തന്നെ പറയുകയും ചെയ്യണം. എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് അവിടെ ഒരു പോലീസുകാരനും കൂടെ അങ്ങോട്ട് വരികയാണ്. മര്യാദയ്ക്ക് പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് മെനയ്ക്ക് കോടതിയിലേക്ക് പോകാമെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും കോടതിയിലാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം എത്തിക്കഴിഞ്ഞു. അവിടെ അവർ നിഷയൊക്കെ കൂടി കുറേ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. മനോഹർ വിവാഹം കഴിച്ച് ബാക്കി കുറേ പേരെ വിളിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കല്യാണം എത്തുന്നു. എല്ലാവരും എത്തിയെന്ന് ചോദിക്കണം. എല്ലാവരെയും വിളിക്കാൻ പറ്റിയില്ല ചേച്ചി, കുറച്ച് പേരെ വിളിക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ളവർ അങ്ങ് കാസർഗോഡും മലപ്പുറം ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അവരെയൊന്നും വിളിച്ച് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഉള്ളവരെ വെച്ച് ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ശരി, എന്തായാലും താലപ്പൊലിയും കാര്യങ്ങളൊക്കെ റെഡിയായി. അവനെ താലപ്പൊലി കൊടുത്ത് തന്നെ സ്വീകരിക്കാൻ തന്നെ വേണം. മീഡിയയുടെ ആൾക്കാരും എത്തിയിട്ടുണ്ട്. മീഡിയക്കാരും കാണണം അവനിവിടെ വന്നിറങ്ങുമ്പം. അവൻ ഈ ലോകം മൊത്തം കാണണമെന്ന്. അപ്പം മീഡിയയുടെ പെണ്ണു പറയുക അതൊക്കെ ഞങ്ങൾ നോക്കിയോളാം സാറേ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും മനോഹറിനെ പറ്റിയുള്ള വാർത്തയോടെ വായിക്കുകയാണ്. ചെറുപ്പത്തിലെ തൊട്ട് പല പെൺകുട്ടികളെ വഞ്ചിച്ച് കുറേയേറെ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച് കുട്ടികളുണ്ടാകുമ്പോൾ മുങ്ങിക്കൊണ്ടിരുന്ന കല്യാണ ഉണ്ണി എന്നറിയപ്പെടുന്ന മനോഹർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന അയാൾ ഇവിടെ തന്നെ ഇപ്പോൾ പോലീസുകാർ വാഹനത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും. അയാൾക്കുള്ള ശിക്ഷയും കാര്യങ്ങളും ഇന്ന് വിധിക്കുന്നതായിരിക്കും എന്ന് തന്നെ പറയുമ്പോഴേക്കും ഈ വാർത്ത അവിടെ നിന്ന് താരയും സരയും കൂടെയും ടി വിയിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. വാർത്ത വായിക്കുന്ന പെൺകുട്ടി അവിടെ മനോഹറിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും പറയുന്നു. അവന് ബന്ധുക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ. അപ്പോഴത്തേക്കും പോലീസ് വണ്ടി അവിടെ വന്ന് നിർത്തുകയാണ്. മനോഹറാണെങ്കിൽ പോലീസ് വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു. ക്യാമറയും ഷൂട്ടിങ്ങും കാര്യങ്ങളും മീഡിയക്കാരുമെല്ലാം ചുറ്റും തന്നെയുണ്ട്. അവിടെ താലിപ്പൊലിയുമായിട്ട് പെണ്ണുങ്ങൾ അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോഴത്തേക്കും അവിടെ ഗംഗാപ്രസാദ് പറയുകയാണ്, കണ്ടില്ലേ അവൻ്റെ ഭാഗ്യമെന്ന്. എന്താണെന്ന് നീ പറഞ്ഞേ ഗംഗ എന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല അവൻ്റെ ഒരു ഭാഗ്യമല്ലേ ഇത്രയും പെണ്ണുങ്ങൾ താലപ്പൊലിയായിട്ട് നിൽക്കുന്നേ എന്ന് പറയുന്നു. അവൻ്റെ താലപ്പൊലിക്ക് കോടതി വിധി വരുമ്പോൾ മാറിക്കൊള്ളുന്നെന്ന് അവിടെ ബഹാസുരൻ പറയുകയും ചെയ്യുന്നു. അവനെ വണ്ടിയിൽ നിന്നും പിടിച്ചിറക്കുന്നു. അവളെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറങ്ങുന്ന അവൻ്റെ രൂപം അവിടെ സരയും ജയിലിലിരിക്കുന്ന അവരെയും എല്ലാവരും തന്നെ ടി വികളെ ലൈവായിട്ട് തന്നെ കാണുകയാണ്. അവനെ കണ്ടപടി തന്നെ അവിടെ അടുത്തിരിക്കുന്ന വിക്രത്തിൻ്റെ കഴുത്തിന് തന്നെ അവളെ കയറി പിടിക്കുക തന്നെ ചെയ്യാണ്. മനോഹരം പോട്ടെ ബഹാസുരൻ രാഹുൽ കയറി പിടിച്ചുകൊണ്ട് തന്നെ വിധു സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗയാണെങ്കിൽ തടഞ്ഞി അതൊക്കെ എങ്ങനെ പിടിവില്ല, സോറി ഞാൻ അവനോർത്ത് ചെയ്തു പോയതാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ സരയും ബാക്കിയുള്ള താരയും ബാക്കിയുള്ള എല്ലാവരും കാണുകയാണ്. നമ്മുടെ കിരണിൻ്റെ വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയും ശാരിയും എല്ലാം ഒരുമിച്ചിരുന്നാണ് മനോഹറിനെ പറ്റിയുള്ള ഈ വാർത്തയും കാര്യങ്ങളും എല്ലാം തന്നെ കാണുന്നത്. അപ്പോൾ അവൻ അവിടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവിടെ അത് പെണ്ണ് പറയണം അയാളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒത്തിരിയേറെ പെൺകുട്ടികളുടെ ജീവനം നശിപ്പിച്ച് അവരെല്ലാം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയതിനു ശേഷം മുങ്ങിയ കല്യാണ വീരനെ പിടികൂടിയിരിക്കുകയാണ് അതിന്. അതിനുശേഷം കഴിഞ്ഞ ശേഷം കോടതിയിൽ വിധി വാദിക്കാനായിട്ട് കയറി വന്നിരിക്കുകയാണ്. അവനെ വാദിക്കാൻ വക്കീലോ കാര്യങ്ങളോ ഒന്നുമില്ല. അവനവിടെ കോടതി റൂമിൽ കയറി നിൽക്കുന്നു. കൂട്ടിൽ കയറി നിൽക്കുന്ന അവനെതിരെ സാക്ഷി പറയാനായിട്ട് പെൺകുട്ടികളെല്ലാം തന്നെ ചുറ്റും കൂടിയിട്ടുണ്ട്. ജഡ്ജ് ആ സമയത്ത് പറയുവാണ്, അപ്പം ഇനിയിപ്പോൾ കേസ് വിളിക്കാനോ അല്ലായിരുന്നു ചെയ്യും, വാദിക്കാൻ വേണ്ടി ആരോ ഉള്ളത് എന്നിരിക്കുന്നു. അപ്പോൾ വക്കീല് എഴുന്നേറ്റ് നേരെ അങ്ങോട്ട് ചെല്ലുക തന്നെ ചെയ്യുന്നു. വക്കീലിനോട് പറയുന്നു, അപ്പോൾ വാദിച്ചോ എന്ന് പറയണം. വക്കീൽ അവിടെ നിന്നിട്ട് അവൻ്റെ അടുത്ത് ചെന്ന് പറയുന്നു, നിന്റെ പേരെന്താണോ ഒറിജിനൽ പേര് എന്താ? മനോഹർ എന്ന് പറയാം. മനോഹർ എന്ന് പറയുന്നത് നിന്റെ വിളിപ്പേര് നീ തന്നെ ഇട്ട പേരല്ലേ? അതല്ല, നിന്റെ ഒറിജിനൽ പേര് റെക്കോർഡിക്കൽ നെയിം അതെന്താണ് എന്ന് ചോദിച്ചത്. അത് മുരുകനല്ലേ? നിന്റെ സ്ഥലം എവിടെയാടാ? മൂന്നാർ. ഓഹോ, അപ്പോൾ മൂന്നാർ മുരുകൻ തന്നെയുള്ള നിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നു. അത് സാറേ അതെ എന്ന് പറയുന്നു. നീ എന്താണ് ചെറുപ്പത്തിൽ തൊട്ടേ നിന്റെ അച്ഛനാരാന്ന് നിനക്കറിയാവോ? ഇല്ല. അമ്മയാരാന്നറിയോ? ഇല്ല. അപ്പം നിനക്ക് വീട്ടുപേരോ കാര്യങ്ങളോ ഒന്നും പറയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരനാഥൻ അല്ലേ? അതെ സാറേ. നീ ചെറുപ്പത്തിലോട്ട് ഓരോരോ പണിക്കൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. ഹോട്ടൽ പണിയും ചെറിയ പണിയും അങ്ങനെ അനാഥാലയത്തിൽ വളർന്നും അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. എപ്പോഴാണ് നീ പെണ്ണ് കെട്ടാൻ തുടങ്ങിയേ? കളവും മോഷണം വല്ല കൊണ്ടോടാ? ഇല്ല സാറേ, അങ്ങനെ ഉള്ളവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല. അപ്പം നിനക്ക് അല്ലാതെ ഈ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന പരിപാടി എപ്പോഴാണ് തുടങ്ങിയതേ? അത്
അവിടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു, പണക്കാരിയായിട്ടുള്ളൊരു ആൾക്കാർ. അവിടുത്തെ പെണ്ണിന് എന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ പ്രായം കൊണ്ട് എന്നെ കൊണ്ട് മൂത്തതാ. അതുകൊണ്ട് അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ അവളുടെ കൂടെ ഞാനങ്ങ് ഗൾഫിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവൾക്കൊരു കുട്ടി ഉണ്ടായപ്പോഴേക്കും ഞാനിങ്ങ് പോന്നു. ഓ, അത് തന്നെയാണല്ലോ നിൻ്റെ തൊഴിൽ എന്ന് തന്നെ പറയുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.